ഹലോ എവ്രിവൺ, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ കുറച്ചധികം നാളുകളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ തേർഡ് പാർട്ടി റീഡിങ്സ് ഒക്കെ ഒത്തിരി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഈ തേർഡ് പാർട്ടി എപ്പോൾ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് പലർക്കും അറിയേണ്ടത്. അപ്പോൾ നമ്മളുടെ യെസ്റ്റർഡേ വീഡിയോയിൽ പോലും ആൾക്കാർ കമൻസ് ആയിട്ട് അത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം തന്നെ നമുക്ക് ചെയ്യാമെന്ന് കരുതി. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കൂടെ ഉണ്ടെങ്കിൽ പോലും വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു മൂന്നാമതൊരു ആൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ആരും ആവാം, അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ തേർഡ് പാർട്ടി എപ്പോഴായിരിക്കും ഒഴിഞ്ഞു പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനായിട്ട് പയൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു കൺഫർമേഷൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പയൽ റീഡിംഗ് തന്നെ ചൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ പയൽസ് ആയിട്ട് ഞാൻ 2 മാച്ച് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത്. കാര്യം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫ് തന്നെ ആളി കത്തിച്ച് ചിലവരുടെയൊക്കെ ചാരമായി പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെയാണ് മാച്ച് ബോക്സ് തന്നെ പയലായിട്ട് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഇതാണ് ഫസ്റ്റ് പയൽ. ഇതാണ് സെക്കൻഡ് പയൽ, ബ്ലൂ മാച്ച് ബോക്സ്. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് കളർ വൈസ് വേണമെങ്കിൽ അങ്ങനെ ഗ്രീൻ, ബ്ലൂ ആ ഒരു രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ വൈസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് പൊസിഷൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു റീഡിംഗ് കണ്ടതിന് നിങ്ങൾക്ക് അത് റെസണേറ്റ് ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഒരു റീഡിംഗ് കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മളൊരു ജനറൽ ആയിട്ട് ചെയ്യുന്ന റീഡിംഗ് ആണ്. സോ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ ഇതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ചൂസ് ചെയ്ത പയൽ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്, അതായത് ഗ്രീൻ മാച്ച് ബോക്സ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഏഞ്ചൽസിന്റെ ഒരു കൺഫർമേഷൻ എന്താണ് ഏഞ്ചൽസിന് ഇതിനെക്കുറിച്ച് നമ്മളോട് പറയാനുള്ള മെസ്സേജ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒറാക്കിൾ ഡെക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡെസ്റ്റിനി ആണ്. Okay, 6 of Swords, the Emperor, Seven of Wands, the Star, the Empress, Four of Pentacles, Nine of Pentacles, Ace of Wands, and one more, Nine of Cups.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു എന്താ പറയുക കൺഫർമേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏഞ്ചൽസ് കാർഡ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു ഏഞ്ചൽ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ള യഥാർത്ഥ സമയം ഇതല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ ഈ ഒരു സമയത്ത് ഒഴിഞ്ഞു പോകുന്ന വ്യക്തികളല്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി പെട്ടെന്ന് ഒഴിഞ്ഞു പോകും എന്ന് നിങ്ങൾ കരുതണ്ട. ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ റീസെന്റ് ഒന്നും അവർ പോവില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏഞ്ചൽസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഒറാക്കിൾ കിട്ടിയിരിക്കുന്നത് ഡെസ്റ്റിനിയാണ്. അപ്പൊ ഈ ഒരു കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടി ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോവില്ല എന്ന് നമ്മളുടെ ഈ ഒരു സ്പ്രെഡിൽ എവിടെയും പറയുന്നില്ല, അവർ ഒഴിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏഞ്ചൽസ് കാർഡ് നമുക്ക് പറയുന്നത് ഇപ്പൊ റീസെന്റ് പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നവരല്ല എന്നാണ്. അതേപോലെ തന്നെ ഈ ഡെസ്റ്റിനി കാർഡ് പറയുന്നത് നമ്മുടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പോലെയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം മോശമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ തീർച്ചയായിട്ടും നാളെ ഇതിനൊരു മാറ്റം വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് കൂടിയാണ് ഈ കാർഡ്. അപ്പൊ ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബിറ്റർ ആയിട്ടുള്ള കയ്പുള്ള ആ ഒരു പാസ്റ്റ് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക, ലെറ്റ് ഗോ ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തും. അപ്പോൾ ഏത് ഇമ്പോസിബിളും പോസിബിൾ ആകും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയും ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു ഡെസ്റ്റിനി കാർഡ് എന്ന് പറയുന്നത്. നമ്മളുടെ വിധിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം വരും. ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിന് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വിഷമം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഹെൽത്ത് പോലും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നത് ലെറ്റ് ഗോ ചെയ്ത് കളയുക. നിങ്ങളെ ആ വിഷമിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു വരിക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു കൺഫർമേഷൻ. അപ്പോൾ ഏത് ഇമ്പോസിബിളും നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് സാധ്യമായി തീരും എന്നുള്ളതാണ്. അതുപോലെ ഇനി നമുക്ക് ഈ ഒരു ടാരറ്റ് സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി അവരൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതായത് നമുക്കിവിടെ കൂടുതലായിട്ടും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, അല്ലെങ്കിൽ അതുപോലെ അത്ര അടുത്ത ഒരു എന്താ പറയാ ഒരു ബന്ധമുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ അവരുടെ ഫാമിലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം റിച്ച് ആയിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് വെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഇതൊക്കെയാണ് നമുക്ക് അവരുടെ ഒരു എനർജി പറയാൻ നേരത്തെ കിട്ടുന്നത്. അവർ വളരെയധികം സെൽഫ് സഫിഷ്യന്റ് ആണ്. അതായത് അവർക്ക് എന്താ പറയാ അവരുടേതായ എല്ലാ കാര്യങ്ങളും അവർക്ക് സപ്പോർട്ടായിട്ട് അവർക്കുണ്ട് എന്നുള്ളതാണ്. മേ ബി അവർക്ക് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതലായിട്ട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികമായിട്ട് അവർ നിങ്ങളെക്കാൾ ഉയർന്നതായിരിക്കും. അങ്ങനെ ഏത് രീതിയിലും അവർ വളരെയധികം ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് തന്നെ 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയാൻ പറ്റും. നിങ്ങളുടെ പേഴ്സൺ അവരോട് വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ പേഴ്സൺ അവരോട് പെരുമാറുന്നത്. അത് ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നടത്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് കിട്ടുന്നില്ല എന്നാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഒരു തേർഡ് പാർട്ടിയാണല്ലോ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൽ ഇതേപോലെ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നു. അതായത് നമുക്കിവിടെ ഓൾറെഡി 7 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ, നിങ്ങളുടെ അത് ഈ കൂടുതലും അവരുടെ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് അവർ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ യൂഷ്വലി അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ മറ്റാരുടെ പേരും പറഞ്ഞിട്ട്
തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു റഫായിട്ടുള്ള ഒരു ലൈഫാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഒരു സാറ്റിസ്ഫാക്ടറി അല്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ. അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവരിൽ നിന്ന് കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് ഒരേപോലെ എംബ്രസ് എനർജി വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഫാമിലി ആയിരിക്കാം എന്ന്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങോടെ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവര് തമ്മിൽ കൂടുതൽ യൂഷ്വലി എന്താ നമ്മൾ പറയുന്നത്, ഒരു വഴക്കാണ്. നമുക്ക് പല കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും അവരൊരു സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ പോലും അവര് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ്. അവര് ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹോപ്പ്, എപ്പോഴെങ്കിലും ശരിയാവുന്നുള്ള പ്രതീക്ഷ. അതിന്റെ അർത്ഥം തന്നെ അവർക്കിപ്പോ ശരിയല്ല എന്നുള്ളതാണ്. കാരണം അവർക്കിപ്പോ നിങ്ങളുടെ പേഴ്സണായിട്ട് അവര് വിചാരിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷെ അവർക്ക് കുറച്ചും കൂടി അനുകൂലമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ആക്കിയെടുക്കണം, ഫുള്ളി അവരുടെ അണ്ടറിലാക്കണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും 4 ഓഫ് പെന്റക്കിൾസ് ഈ ഒരു പെന്റക്കിൾ ഈ വ്യക്തി ഇപ്പൊ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അടുപ്പിച്ച് പിടിച്ചിരിക്കും, ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് അപ്പൊ ഇവരുടെ ആറ്റിറ്റ്യൂഡും. ഇവർ നിങ്ങളുടെ പേഴ്സണെ ഒരു തരത്തിലും വിട്ടുകളയാനായിട്ട് അവർ റെഡിയല്ല. അവര് കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവർ പുറത്തേക്ക് വിടില്ല. ആ ഒരു എനർജിയാണ് അവർക്ക് ഇവിടെ കാണുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് അവര് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അത് നമുക്ക് അറിയാം, ഓൾറെഡി ഭയങ്കരമായിട്ട് ഒരു സെൽഫിഷ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലുള്ള വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ അവര് വളരെയധികം ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇവര് കൂടുതലായിട്ടും ഇവര് ഫിസിക്കലായിട്ടുള്ള അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവര് പ്രാധാന്യം കൊടുക്കുന്നത്. അത് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി. ഇവര് കൂടുതലായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇവര് പ്രാധാന്യം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് 9 ഓഫ് കപ്സിന്റെ എനർജി പോലും പറയുന്നത് ആ ഒരു 10ലേക്ക് വന്നിട്ടില്ല. 10 വരുമ്പോഴാണ് അത് ജോയിൻ ചെയ്ത് കമ്പൈൻ ആയിട്ട് ഒരു ഹാപ്പി ഫാമിലി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പോലും ഇവർ ആ ഒറ്റയ്ക്കുള്ള ഒരു അവരുടെ ഒരു അവരുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇതിൽ അവർക്ക് ഭയങ്കര പ്രൗഡാണ് അവര് വലിയ, അതായത് ഇത്രയേ ഉള്ളൂ, അവര് വലിയ സംഭവമാണെന്ന് അവർ ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവിടെ പറയാനായിട്ടുള്ളത്. അവരെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ കൺട്രോളിൽ നിർത്താൻ പറ്റും. അത് എല്ലാവരും ഒരു അടക്കി ഭരിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ അവർ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും മെന്റലി, അതായത് മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പത്തെക്കാൾ ഉപരിയായിട്ട് അവർ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് അതായത് പ്രകടമായിട്ട് നമ്മൾ പ്രകടിപ്പിച്ചിട്ട് സ്നേഹം കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്നേഹമുള്ളതും രണ്ട് ഡിഫറൻസ് ആണ്. അതായത് ഉള്ളിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നിലനിൽക്കും. നമ്മൾ പ്രകടിപ്പിക്കുക, അതായത് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട്, ഒരു കാലാവധിയുണ്ട്. നമ്മൾ ഒരാളോട് സ്നേഹം അഭിനയിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഫിസിക്കലി ആണ് പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പയൽ സെലക്ട് ചെയ്തവരുടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു എനർജിയാണ്. അവർ നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിൽ വെക്കാൻ നോക്കുകയാണ്. എന്നിട്ടും അവർക്കത് പോരാ. അവർ പ്രതീക്ഷിക്കുന്നത് ഇതല്ല, ഇതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തി അവരിൽ കീഴടങ്ങി നിൽക്കണം എന്നുള്ളതാണ്, സറണ്ടർ ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളൊരു തേർഡ് പാർട്ടിയായിട്ട് അവർ വിചാരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ അവിടെ വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു അവർ വിചാരിക്കുന്ന ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏസ് ഓഫ് വൺസ് അവിടെ വന്നിട്ടുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ശരിയാക്കി എടുക്കാം എന്നാണ് അവരുടെ ധാരണ. ഇവിടെ നിങ്ങൾ ഓരോന്ന് വിചാരിക്കുന്ന പോലെ അവരവിടെ ഇരുന്ന് വിചാരിക്കുന്നത് ഇത് എനിക്കിത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഇപ്പോഴുള്ള ഈ ഒരു പേഴ്സന്റെ ആ ഒരു വിഡ്രോവൽ എനിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവര് കരുതുന്നത്. മേ ബി നിങ്ങളുടെ ഇവിടെ ഇപ്പൊ നമ്മൾ കൂടുതൽ തേർഡ് പാർട്ടിയുടെ കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ തേർഡ് പാർട്ടി എപ്പോൾ പോകും ആ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു സാന്നിധ്യം അവിടെ ഇവിടെയൊക്കെ വന്ന് പോകുന്നു എന്നുള്ളൂ. മെയിൻ ഇതിനകത്തുള്ള താരങ്ങൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഇവരുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും അവർ പെരുമാറി കൊടുക്കുന്നില്ല. അപ്പൊ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവരൊരു പീഡനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കൺട്രോളിങ് ആണ്, ഫ്രീഡം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു രീതിയൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോ പ്രതികരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ കോൺഫ്ലിക്റ്റ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വിചാരിക്കുന്നത് ഇത് ഞാൻ ശരിയാക്കി എടുക്കും, ഈ ഒരു പേഴ്സണെ ഞാൻ ഇതുപോലെ മാറ്റിച്ചിട്ട്
പൂർണ്ണമായിട്ടും എന്റെ കൺട്രോളിൽ കൊണ്ടുവരുമെന്നാണ് ഇവർ കരുതുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്കിവിടെ ഇവരുടെ ഒരു എനർജി കാണുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഏഞ്ചൽസ് കാർഡും ഇതൊക്കെ പറഞ്ഞു തന്നത് വളരെ സത്യമാണ്. കാരണം ഇവർ വിട്ടുകൊടുക്കൂല എന്ന് തന്നെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇവര് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകും, കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പയലാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ തേർഡ് പാർട്ടി പെട്ടെന്ന് ഉടനെ തന്നെ ഇപ്പൊ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം എന്നൊന്ന് പറഞ്ഞാൽ പോകുന്നവരില്ല. തീർച്ചയായിട്ടും ഈ 2024 തന്നെ ഇവർ പോകാനായിട്ട് സാധ്യത ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവര് തീർച്ചയായിട്ടും തനിയെ ഇവരുടെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷെ അതിന് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ അതിനുള്ളൊരു അഡ്വൈസ് ആണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയാം. കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ തന്നെ അവരെ കുറിച്ച് ഓർമ്മിച്ചിട്ട് ഒന്നും കൂടി അവർക്ക് അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുക. ഇമ്പോസിബിൾ തീർച്ചയായിട്ടും പോസിബിളായി തീരും. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നാളെ ഇത് മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കോളും, ഏത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും എന്നുള്ളതാണ് ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന ആ ഒരു മെസ്സേജ്. പക്ഷെ പോകാനായിട്ട് സമയമെടുക്കും. നോട്ട് ദ റൈറ്റ് ടൈം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് പയലായിട്ടുള്ള ബ്ലൂ മാച്ച് ബോക്സ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മെയിൻ കൺഫർമേഷൻ ആയിട്ട് ഏഞ്ചൽസ് നമുക്ക് എന്താണ് ഇതിന് പറഞ്ഞു തരുന്നത്, ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒറാക്കിൾ കാർഡ് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. ഇനി നമുക്ക് ടാരോ ഡെക്കിൽ നിന്നും കൂടി നോക്കാം. Okay, 9 of Wands, 10 of Wands, 2 of Pentacles, 3 of Wands, 2 of Cups, 10 of Swords, 7 of Swords, Queen of Cups, and one more, 9 of Cups. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈല് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ കാർഡ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. നമ്മളപ്പോൾ ആ ഒരു മെയിൻ കൺഫർമേഷന് വേണ്ടിയിട്ട് ഏഞ്ചൽസിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഈ പൈല് സെലക്ട് ചെയ്തവരോട് പറഞ്ഞു തരാനുള്ളത് എന്ന് നോക്കാനായിട്ടാണ് നമ്മളിവിടെ ഏഞ്ചൽസ് കാർഡ് എടുത്തത്.
അപ്പം നമുക്ക് അറിയാലോ എന്താ കിട്ടിയെന്ന്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടി ഉടനെ തന്നെ അടുത്തുള്ള ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഏഞ്ചൽസ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം കിട്ടുന്ന കാര്യമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ കുറെ നാളുകളായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കിയ തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പൊ അവര് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒറാക്കിൾ എന്ന് പറയുന്നത് ട്രൈഫ് ആൻഡ് സക്സസ് ആണ്. അതും കണ്ടില്ല, അതിൻ്റെ ഒരു ഓരോ കാർഡ്സ് നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു പൈലിൽ വരുന്ന മറ്റുള്ള കാർഡ്സും ഒക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഈ കാർഡ്സ് വഴി നമുക്ക് പറഞ്ഞു തരിക എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ് ഇത് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് പോലും ഭയങ്കര ഇടക്കിടക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ. അപ്പോൾ ഇതും പറഞ്ഞിരിക്കുന്നത് തന്നെ ട്രൈഫ് ആൻഡ് സക്സസ് ആണ്. നമ്മൾ ഈ ട്രൈഫ് ആൻഡ് എന്നൊക്കെ പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ വലിയൊരു ബാറ്റിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു വിജയം, അതായത് രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു വലിയൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു വലിയ മത്സരം നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന വിജയത്തിനാണ് നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിങ്ങൾക്ക് വിജയം കിട്ടുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്ക് ആ സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഓൾറെഡി നമുക്ക് ഏഞ്ചൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അടുത്തുള്ള കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സക്സസ് വരുന്നുള്ളത് ഒറാക്കിൾ കാർഡും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാർഡിന്റെ ഒരു അഡ്വൈസും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുക എന്നുള്ളൊരു അഡ്വൈസും കൂടി ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് നിന്ന് പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്ലാരിഫിക്കേഷനോട് കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺസ് ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു വ്യക്തത കിട്ടുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെയുള്ള മറ്റുള്ള ടാരോ സ്പ്രെഡിന്റെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് അതിന്റെ പുറകെ തന്നെ 10 വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്രയധികം മടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓരോ കാർഡ്സും നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അത്രയും അധികം ഇവര് സഫർ ചെയ്തു. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെയും കൊണ്ടുപോയതിനു ശേഷം ഇവർക്ക് ഇവിടെ നല്ല കാര്യങ്ങളല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവർ അത്രയും സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെയും കൊണ്ട് അവർ സഫറിങ് ആണെന്ന് മാത്രമല്ല, ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഇത് വേണോ വേണ്ടയോ എന്ന് പോലും ഇവർ ആശങ്കയിലാണെന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കിവിടെ ഏഞ്ചൽസ് കാർഡ് വന്നതും ഓൾറെഡി ഇതപ്പോൾ സത്യമായില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇവരെ കൊണ്ട് നിങ്ങളുടെ ഒരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാവില്ല എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് ഇവരുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നുള്ള ഒരു ഏഞ്ചൽസ് നമുക്ക് പറഞ്ഞും കൂടി തന്നത്. അപ്പൊ ഇവിടെ ഇവര് എന്താണ് ജഗ്ലിങ്ങിലാണ്, ഇവര് മൊത്തം കൺഫ്യൂഷനിലാണ്. ഇവർ ഈ ഒരു അവരിപ്പോഴുള്ള സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഏത് തെരഞ്ഞെടുക്കണം, നിങ്ങളുടെ പേഴ്സൺ പോയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഇവർ വളരെ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതുപോലെ കൊണ്ടായതായിരിക്കാം. പക്ഷെ അവർക്കിപ്പം മതിയെ ഇട്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു എനർജിയിലാണ് അവിടെ നിൽക്കുന്നത്. അവരിവിടെ നമുക്ക് 3 ഓഫ് വാൻഡ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം പ്ലാനിങ് ആണ്, പ്ലാൻ ചെയ്യാണ്, എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് അവർ പോവാണ്. ഇനി ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് അവരവിടെ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു കർമ്മ ബാഗേജസ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവരിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്വയമേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് തേർഡ് പാർട്ടി സ്വയം തീരുമാനിച്ചിട്ടുണ്ട്, ഒഴിഞ്ഞു പോകാനുള്ള തീരുമാനത്തിലേക്ക് അവരിവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ സ്വയം അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഉടനടി തന്നെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും പാസ്റ്റ് ലൈഫ് കണക്ഷനും കാർമിക്കും ഒക്കെ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇവരുമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പലർക്കും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫിൽ അവർ തീർച്ചയായിട്ടും വന്നു മുട്ടുന്നത്, അതേപോലെ നിങ്ങളുടെ ഇടയിൽ തന്നെ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു മുജ്ജന്മവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ
ഒരു എന്താണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. പിന്നെയും കിട്ടിയിരിക്കുന്നത് എന്താ 7 ഓഫ് സോഡ്സ് ആണ്. അപ്പൊ നമുക്ക് സോഡ്സും വാൺസും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മടുത്തു, അത്രയധികമായി. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഭാവമാറ്റങ്ങൾ അല്ലെങ്കിൽ ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഇവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താ വഴക്ക് നടക്കുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ 7 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ലേ, നമ്മളൊരു റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു കാർഡാണത്. അതായത് അവിടെ അത്രയും പൊട്ടിത്തെറി അല്ലെങ്കിൽ അത്രയും ചതി അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റി ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്രയും എന്താണ് ആർഗ്യുമെന്റ്സ്, പരസ്പരം വാഗ്വാദങ്ങൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു ചർച്ചയും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ എന്നുള്ളത് തന്നെ നമുക്കവിടെ പറയാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ എന്തോ ഒരു ചതി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവരോട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അവിടെ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് വരാൻ പാകത്തിന് നിൽക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഫീലിംഗ് നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുപോലെയുള്ള പേഴ്സണൊക്കെ ആയിരിക്കാം. അവരെത്രയും വേഗം ഇനി ഇവരിൽ നിന്ന് വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇവരുമായിട്ട് ഒട്ടും ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കാതെ ഇവരെ മാക്സിമം വിഷമിപ്പിച്ച് വരാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് വരുന്നത്. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ് നോക്കാൻ നേരത്തെ ഒരുപാട് കാർഡ്സിൽ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് അവർക്കൊരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ഊരി പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്കൊരു വെളിച്ചം വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം മേ ബി ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആകെ ഒരു ഞെരിപിരി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കിവിടെ പറയാം. മൊത്തം കാർഡ്സും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ആകെ ഒരു എന്താണ് നമ്മൾ പറയില്ലേ, ഇരിക്കുന്നിടത്തോണ്ട് തീടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇവര്. അതുകൊണ്ട് തന്നെയാണ് ഇവര് എന്ത് വേണം, എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാണ്ട് കഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് കൂടുതലും നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് ഇവര് തനിയെ ഒഴിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് ആണ്. കാരണം അവർക്ക് ഈ ഒരു ഇപ്പൊ നടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും ഇവരും കൂടി നടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം ദുഃഖം ഉണ്ടെന്നുള്ളതാണ്. ഇവർ വളരെയധികം ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ആരുടെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അവർക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിന്റെ ആ ഒരു കർമാസം മുഴുവൻ അവർക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാവാം. അപ്പൊ അവര് സങ്കടപ്പെടുന്നു. അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അവർ വിചാരിച്ചിട്ടില്ല. അപ്പൊ അവരാകെ അതിൽ തകർന്നു എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ ആഗ്രഹിച്ച ഒരു പൂർണ്ണത അവർക്കിവിടെ കിട്ടിയിട്ടില്ല. അവർ ഇപ്പോൾ ഒരു സിംഗിൾ എനർജിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരൊരു എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ തീർത്തും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു പായൽ ചൂസ് ചെയ്തവരുടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി. അപ്പോൾ ഇവരെ നമുക്ക് ഓൾറെഡി കൺഫർമേഷൻ കിട്ടിയല്ലോ, ഇവർ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ, ഒരുപാടൊന്നും പോകേണ്ടി വരില്ല, ചിലപ്പോൾ 1-2 മാസങ്ങൾ അത്രയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവർക്ക് ഒഴിയാനായിട്ട് ഇവർ പ്ലാൻ ഇടുന്നുണ്ട്. ഇവർക്ക് മടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് സത്യം പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ തനിയെ ഒഴിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു പായൽ ചൂസ് ചെയ്തവർക്ക് നല്ലൊരു ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് മാച്ച് ഉണ്ടോ അത് എനിക്ക് അറിയില്ല, നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ഈ കാർഡ്സുകളിലൊക്കെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മൾ രണ്ട് പായൽ വെച്ചിട്ടും രണ്ടും പോസിറ്റീവായിട്ടല്ല കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടിലും വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഇത്രയും വേഗം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പായലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ പോലെ തന്നെ എല്ലാം സംഭവിക്കട്ടെ. നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ, ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ അതാണ് രണ്ട് ഫയലായാലും നമുക്ക് ഒറാക്കിൾ കാർഡ് തരുന്ന അഡ്വൈസ്, നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു ഫുൾ വിൽ പവറോടുകൂടി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. അല്ലെങ്കിൽ ആ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മാർഗത്തിലൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.